ഹായ് ഗൈസ്, നമുക്ക് എങ്ങനെ പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. ഞാൻ 1 കിലോ പരിപ്പാണ് എടുക്കുന്നത്. ഒരു ചെറുപയർ പരിപ്പാണ്. പിന്നെ 1 കിലോ പരിപ്പിന് 1 കിലോ ശർക്കരയാണ് വേണ്ടത്. 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ 3 തേങ്ങ ശർക്കര ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട്. ശരിയാക്കി 1 കിലോ പരിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം കഴുകും. അപ്പോൾ പരിപ്പ് കഴുകിയിട്ട് വാരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുക്കറിലിട്ടിട്ടാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലിട്ടിട്ട് തന്നെ വറുത്തിട്ട് നമുക്ക് എടുക്കാം. ഈ പരിപ്പ് കഴുകിയിട്ട് വറുക്കുന്നതുകൊണ്ട് വറുത്തിട്ട് വെക്കുന്നതുണ്ട്. നമ്മൾ പരിപ്പ് കഴുകിയതിൻ്റെ ശേഷമാണ് വറുത്തത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ ഇത്രയും തേങ്ങയാണ് നമ്മൾ ചിരകി എടുത്തിട്ടുള്ളത്. പിന്നെ 1-ാം പാലും 2-ാം പാലുമാണ് നമുക്ക് വേണ്ടത്. 1-ാം പാല് വെള്ളമൊന്നും ചേർക്കാതെ എടുക്കുന്നത്. പാലെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വെള്ളം ചേർത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് ആ പാലാണ് 2-ാം പാല്. മിനിറ്റ് സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മിനിറ്റിയാണ് ബാക്കി തേങ്ങ നുറുക്കുന്നത്. 1-ാം പാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലെന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം ചേർക്കാതെ പരിപ്പ് വറുത്തിട്ട് ചൂടാറിയതിൻ്റെ ശേഷമാണ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് അടച്ചിട്ട് വെക്കുന്നത്. ഒരു 4 വിസിലാണ് അടിക്കേണ്ടത്. 4 വിസിൽ അടിച്ച് കഴിഞ്ഞപ്പം പരിപ്പ് ഈ രീതിയിൽ വെന്തിട്ടുണ്ടാകും. ആ വെന്തതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുക. ഈ ശർക്കരപ്പാനി പറയുന്നത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട് മധുരം നോക്കിയിട്ട് വേണം പിന്നെ ഒഴിക്കാൻ. ബാക്കി കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് മധുരം ഇല്ലാന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടെ എടുത്ത് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും അത് എടുത്ത് അടുപ്പിൽ തന്നെ വെക്കണം. വെച്ചതിൻ്റെ ശേഷം ഒന്ന് തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ 1-ാം പാൽ ഒഴിക്കേണ്ടത്. 1-ാം പാൽ ഒഴിച്ചതിൻ്റെ ശേഷം അധികം കത്തിക്കാനോ തിളക്കാനോ ഒന്നും പറ്റില്ല. കുറച്ച് നേരം ഒന്ന് ചൂടായിട്ട് എന്നിട്ട് ഇറക്കി വെക്കണം. അതിനുശേഷം നമുക്ക് നെയ്യിൽ തേങ്ങ വറുത്ത് ഒഴിക്കാം. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.